നമസ്കാരം. ഈ ക്രിസ്മസ് ദിനത്തിൽ ക്രിസ്മസ് വിശേഷങ്ങൾ പങ്കുവയ്ക്കാനായിട്ട് ഇന്ന് നമ്മോടൊപ്പമുള്ളത് ശ്രീ ഉമ്മൻചാണ്ടി സാറും അദ്ദേഹത്തിന്റെ കുടുംബവുമാണ്. നമുക്ക് ചോദിച്ചറിയാം അദ്ദേഹത്തിന്റെ കുടുംബ വിശേഷങ്ങൾ. നമസ്കാരം. ഈ തിരക്കിനിടയിലും ക്രിസ്മസ് പോലെയുള്ള ആഘോഷങ്ങൾ കുടുംബത്തോടൊപ്പം ആഘോഷിക്കാൻ സാധിക്കാറുണ്ടോ? സാധാരണ അങ്ങനെ സാധിക്കാറില്ല. എന്നാലും ഒരു കുറച്ച് സമയം കണ്ടെത്താൻ പരമാവധി ശ്രമിക്കും. ഏതായാലും ഈ വർഷം ഈ ക്രിസ്മസിന്റെ അവസരം ഞാൻ ഇവിടെ കുടുംബത്തോടൊപ്പം ഉണ്ട്. കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു സാറ് ഒന്നിച്ച് ക്രിസ്മസിനൊക്കെ ഉണ്ടായിരുന്നു? രാവിലെ സാധാരണ കാണാറുണ്ട്, ഓർക്കുന്നില്ല. ഓക്കെ. ഇപ്പോ കുടുംബപരമായിട്ട് എല്ലാ ഫംഗ്ഷനും ഒത്തുചേരാറുണ്ടോ? ഇല്ല. ഇപ്പോ എന്ത് ചെയ്യുന്നു? പാർക്കില്. ഇപ്പോ രാഷ്ട്രീയത്തില് എന്താ താല്പര്യമുണ്ടോ? ഇല്ല. അല്ല, ശരിക്കും മോനാണല്ലേ? ഓക്കെ. ഒരു മക്കൾ രാഷ്ട്രീയം എന്നുള്ളൊരു ഇതിന് എങ്ങനെയാണ് നോക്കി കാണുന്നത്? ഞാൻ അതിന് മക്കൾക്ക് രാഷ്ട്രീയത്തിൽ വരാൻ പാടില്ല എന്നുള്ള അഭിപ്രായക്കാരനൊന്നുമല്ലേ. പക്ഷേ വളരെയധികം ആളുകൾ ആത്മാർത്ഥമായിട്ട് പാർട്ടിക്ക് പ്രവർത്തിക്കുമ്പോൾ ഒരു പ്രവർത്തനവുമില്ലാതെ അവരുടെയൊക്കെ മുകളിൽ കൂടെ അച്ഛൻ്റെ സ്വാധീനം ഉപയോഗിച്ച് വരുന്നത് ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകളും അത് മറ്റുള്ളവരിലുണ്ടാക്കുന്ന പ്രയാസങ്ങളും ഒക്കെ മനസ്സിലാക്കണം എന്നുള്ള അഭിപ്രായക്കാരനാണ്. അവരുടെ കഴിവനുസരിച്ച് പ്രവർത്തിച്ച് മുൻപോട്ട് വരുന്നതിന് മറ്റേത് ഫീൽഡ് പോലെ ഇതിലും എല്ലാവർക്കും അവകാശമുണ്ട്. അതുകൊണ്ട് ഞാൻ അതിനെതിരല്ല. ഇവിടെ എൻ്റെ രണ്ടാമത്തെ മോളെ അച്ചു പഠിക്കുന്ന സമയത്ത് KIC-യിലൊക്കെ ഉണ്ടായിരുന്നു. മകൻ ചാണ്ടി ഉണ്ട്. അപ്പം ഞാൻ രണ്ടുപേരോടും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിലയിൽ പ്രവർത്തിക്കാം, അതിന് ഞാൻ ഒരിക്കലും ഒരു തടസ്സമായിരിക്കത്തില്ല. പക്ഷേ എൻ്റെ ഒരു സപ്പോർട്ട് ആ പ്രവർത്തന രംഗത്ത് ഉണ്ടാകും എന്ന് മാത്രം ധരിക്കരുത് എന്ന് പറഞ്ഞു. അവരത് എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പം അച്ചു പഠിക്കുന്ന സമയത്തൊക്കെ KIC-യിലുണ്ടായിരുന്നു. കോളേജ് യൂണിയനിലെ ഇലക്ഷനിൽ നിൽക്കുകയും ജയിക്കുകയൊക്കെ ചെയ്തു. അതൊക്കെ അവരുടേതായ ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഇപ്പം ഞാനും അത് തന്നെയാണ്. ഡൽഹി പഠിക്കുന്നു. അവിടെ NSUI-യിലെ പ്രവർത്തന രംഗത്തുണ്ട്. ഇവിടെ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തന രംഗത്ത് പുതുപ്പള്ളിയിൽ നിന്നുള്ള ഡെലിഗേറ്റായിട്ട് ജയിച്ചു. പക്ഷെ അവിടുത്തെ വർക്കേഴ്സ് കൂടി എടുക്കുന്ന തീരുമാനം, അതിനപ്പുറത്തേക്ക് ഞാൻ ഇടപെടുകയോ കാര്യങ്ങളോ ഇല്ല. അച്ഛന്റെ ഏത് ക്യാരക്ടറാണ് ഏറ്റവും ഒരു മാതൃകയായിട്ട് എടുക്കാൻ പറ്റുന്നത്? ക്ഷമയായിരിക്കും ഏറ്റവും നല്ല മാതൃകയായിട്ട് എടുക്കാൻ പറ്റുന്നത്. ഏറ്റവും കൂടുതൽ ക്ഷമിക്കുന്ന, എത്രയധികം ക്ഷമിക്കുന്ന ക്യാരക്ടറായിരിക്കും ഏറ്റവും കൂടുതൽ. കുടുംബപരമായിട്ടും അതല്ലെങ്കിൽ വീട്ടിലാണെങ്കിലും പുറത്താണെങ്കിലും വ്യക്തിപരമായിട്ട് ഏതൊരു കാര്യത്തിലും കാണിക്കുന്ന ക്ഷമ, അത് വളരെയധികം മാതൃക ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. എന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ള ഒരു കാര്യങ്ങൾ വാച്ച് ചെയ്ത് അങ്ങനെ ശ്രദ്ധിക്കാറുണ്ടോ? ചെറുപ്പം മുതലേ ഈ ഒരു ക്യാരക്ടറെ കുറിച്ച് പഠിക്കാറുണ്ടോ? അങ്ങനെ പഠിക്കാറുണ്ടോ എന്ന് ചോദിച്ചാൽ ഒത്തിരി പഠിക്കാൻ സാധിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. തീർച്ചയായിട്ടും ഒരേ സമയം വളരെയധികം ആൾക്കാരെ ഡീൽ ചെയ്യുന്ന കാര്യങ്ങളും വളരെ കൂളായിട്ട് പ്രശ്നങ്ങൾ ഹാൻഡിൽ ചെയ്യുന്ന കാര്യത്തിലും ഒക്കെ വളരെയധികം നമുക്ക് എല്ലാവർക്കും കണ്ടുപിടിക്കാവുന്ന ഒത്തിരിയേറെ കാര്യങ്ങളുണ്ട്. തീർച്ചയായിട്ടും അതൊക്കെ പഠിക്കാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ചെറുപ്പകാലത്തെ ഒരു ക്രിസ്മസ് ആഘോഷം നമ്മുടെ പ്രേക്ഷകരുമായിട്ട് ഒന്ന് പങ്കുവയ്ക്കാം. സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്ത് ക്രിസ്മസ്, ഓണം ഇത് രണ്ടും വലിയൊരു സന്തോഷം നൽകുന്ന കാര്യങ്ങളാണ്. പ്രധാനമായിട്ട് അവധി, ഓണാവധി, ക്രിസ്മസ് അവധി, ആ സമയത്താണ് ഈ ബന്ധുക്കൾ എല്ലാവരും ഒന്നിച്ച് കൂടുന്ന ഇത്.
അതുപോലെ മറ്റ് കൂട്ടുകാരും നാട്ടുകാരും എല്ലാം ചേർന്നിട്ട് ശരിക്ക് ആ ഒരാഴ്ചക്കാലം ഓണത്തിനാണേലും ക്രിസ്മസിനാണേലും ശരിക്ക് അത് സന്തോഷത്തോടെ ആകുന്നതിനുള്ള ഒരു അവസരം കിട്ടുക. അപ്പൊ അതുകൊണ്ട് ഓണം വരാൻ ക്രിസ്മസ് വരാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കും. അത് വളരെയധികം പ്രയോജനവും സന്തോഷകരവുമായിട്ട് സംഗതിയാണ്. കോളേജിലോട്ടൊക്കെ കയറിയപ്പോഴത്തേക്ക് സ്ഥിതിയിൽ ഒത്തിരി മാറ്റം വന്നു. അപ്പോഴത്തേക്ക് ഞാൻ KSUവിന്റെ പ്രവർത്തകനായി, KSUവിന്റെ പ്രവർത്തനങ്ങളായി. അപ്പോഴത്തേക്ക് ഒത്തിരി യാത്രയും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഈ ദിവസങ്ങളിൽ വീട്ടിൽ പോലും കാണുമെന്ന് ഉറപ്പ് ഇല്ലാതിരുന്ന അവസരമാണ് കോളേജിലേക്ക് വന്നതിന് ശേഷം. അപ്പം എൻ്റെ നല്ല ഓർമ്മകൾ ഓണത്തിനെ കുറിച്ചും ക്രിസ്മസിനെ കുറിച്ചും ഉള്ളത് ആ സ്കൂൾ ജീവിത കാലത്താണ്. അതൊന്ന് നാട്ടിലായിരിക്കും, നിർബന്ധമായും വീട്ടിലായിരിക്കും. വളരെ അടുത്ത ബന്ധുക്കളൊക്കെ വരും, പിന്നെ നാട്ടുകാരും എല്ലാം കൂടി ആയിട്ട് ഒത്തിരി സന്തോഷത്തോടു കൂടി കൊണ്ടാടുന്ന അവസരമാണ്. ഈ ഇത്രയും തിരക്ക് പിടിച്ച ഈ ഒരു ഇതിലും പൊതുപ്രവർത്തന രംഗത്ത് ഇത്രയും ഒരു പ്രാധാന്യം ജനങ്ങൾ കൊടുക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിലും കുടുംബകാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്താനായിട്ട്, കുടുംബത്തെ ഓരോ വ്യക്തികളുടെ കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്താനായിട്ട് സാധിക്കാറുണ്ടോ? അന്ന് ഞാൻ വീട്ടിലെല്ലാവർക്കും സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട്. പിള്ളേർ 3 പേർക്കും അവർക്ക് അവരുടെ കരിയർ തിരഞ്ഞെടുക്കാൻ അവർക്ക് ഇഷ്ടമുള്ള, അല്ലാതെ ഇന്നതിന് വേണം ഇതാകണം എന്നുള്ള ഒരു ഒന്നും പറഞ്ഞിരുന്നില്ല. അപ്പം അവര് 3 പേരും അവരുടേതായ സ്വന്തം ഇതിലാണ് അവർ സെലക്ട് ചെയ്ത് പോയത്. വീട്ടുകാര്യങ്ങളെല്ലാം അത് ഭാവിയും പിള്ളേരുടെ അതുകൂടി ചെയ്യണം എന്നുള്ളതാണ്. എൻ്റെ സപ്പോർട്ട് ഉണ്ടായിരിക്കും. ആ സപ്പോർട്ട് ചിലപ്പം നേരിട്ടായിരിക്കും, ചിലപ്പം ടെലിഫോണിൽ കൂടി ആയിരിക്കും, ചിലപ്പം മറ്റാരെങ്കിലും പറഞ്ഞു വിട്ടായിരിക്കും. അത് മാത്രമേ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. എൻ്റെ ഫിസിക്കൽ പ്രസൻസ് എല്ലാ കാര്യത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സാധിക്കാതെ വരും. ആഘോഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു ഒത്തുചേരലാണ്. ആദ്യത്തെ പോലത്തെയുള്ള ഒരു ഒത്തുചേരൽ ഇപ്പോൾ സാധിക്കുന്നില്ല. അപ്പൊ അത് ആ ആദ്യത്തെ ഒത്തുചേരലും ഇപ്പോഴത്തെ ഒത്തുചേരലും തമ്മിലുള്ള ഒരു വ്യത്യസ്തമായിട്ടുള്ള മുഖം എങ്ങനെയാണ്? ഇല്ല, ശരി. ഇപ്പോഴും ഞങ്ങൾക്ക് ഇപ്പം എൻ്റെ രണ്ടാമത്തെ സിസ്റ്റർ ദുബായിലാണ്. അപ്പം പുള്ളിക്കാരത്തിൽ വരും. ഞാനാണെങ്കിലും കൂടുതൽ സമയം പ്രവർത്തിക്കുന്നതും എൻ്റെ പ്രവർത്തന മേഖലയും അല്ലെങ്കിൽ എൻ്റെ പഠനം നടക്കുന്നതൊക്കെ ഡൽഹിയാണ്. അപ്പം ഇപ്പോഴാണ് കൂടുതൽ ഒത്തുചേരലായിട്ട് വരുന്നത്. പണ്ട് കാലങ്ങളിൽ ഒരു ഒത്തുചേരലല്ല, അന്ന് എല്ലാവരും ഇവിടെ ഉണ്ട്, ഒരു വ്യത്യാസമില്ല. പക്ഷെ ഇന്നാണ് എനിക്ക് തോന്നുന്നത് കൂടുതലൊരു ഒത്തുചേരൽ, ആ മിസ്സിംഗ് ആയിട്ട് കൂടുതൽ ഫീൽ ചെയ്യും. ഒരുമിച്ച് വരുന്നതും ഇപ്പോൾ ഒരു എന്താ പറയുക, ഒരു വേർപെടുന്ന സമയത്ത് ഒരു വേദന ഉണ്ടല്ലോ, അത് മാറിക്കൊണ്ട് ഒരുമിച്ച് വരുമ്പോൾ ഒരു സന്തോഷം, അതാണ് ഇപ്പോഴാണ് ഒരു കൂടുതലൊരു ഒത്തുചേരലെന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കുന്നത്. അപ്പം അതിൻ്റെതായ ഒരു ഭംഗിയുണ്ട്. ഒരു അണുകുടുംബം എന്നുള്ള ഒരു രീതിയിലേക്ക് മാറുമ്പോൾ ഓരോരുത്തരും സ്വന്തമായിട്ടുള്ളൊരു കുടുംബം അങ്ങനെ ഒരു ഇതിലേക്ക് വരുമ്പോൾ ആ ഒരു ഒത്തുചേരലിൽ എപ്പോഴെങ്കിലല്ലേ ഒത്തുചേരാൻ സാധിക്കുന്നുള്ളൂ. അത് അണുകുടുംബത്തിന്റെ ഒരു ബേസിക്കായിട്ടൊരു പ്രോബ്ലം ആയിരിക്കും അങ്ങനെ ഒരു ഒത്തുചേരൽ. പക്ഷെ ഞങ്ങളുടെ കാര്യത്തിൽ അങ്ങനെ ഒരു പ്രശ്നം ഇതുവരെ ഉണ്ടായിട്ടില്ല, അങ്ങനെ ഉണ്ടാവും തോന്നില്ല. കാരണം ഞങ്ങൾ എന്നും ഒരു കുടുംബമായിട്ട് തന്നെ കഴിയണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അങ്ങനെ തന്നെ ആയിരിക്കും എന്നുള്ള വിശ്വാസമുണ്ട്. എന്താണ് സാറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണ വിഭവം? കപ്പയും മീനും. എല്ലാവർക്കും അതെ, ഒരു കപ്പയും മീനുമാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഭവം. ഇപ്പോ ക്രിസ്മസിനൊക്കെ ഭക്ഷണം പാകം ചെയ്യാനായിട്ട് സാറും കൂടെ കൂടാറുണ്ടോ? ഭക്ഷണം കഴിക്കാൻ തന്നെ സമയം കിട്ടാറുണ്ടാവില്ലേ അല്ലേ? ക്രിസ്മസിന് എന്തൊക്കെയാണ് തീരുമാനിച്ചിട്ടുള്ളത്? പ്രത്യേക പാക്കേജ്, ഔട്ടിങ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടോ? നടക്കില്ല. അങ്ങനെ വെറുതെ നമ്മൾ ആഗ്രഹിച്ചിട്ടും കാര്യമില്ല, ആളെ കിട്ടില്ല. അപ്പൊ പിന്നെ എന്താ പ്രതീക്ഷിച്ചിട്ടൊക്കെ കാര്യമില്ലേ? ക്രിസ്മസിനോടനുബന്ധിച്ച് വളരെ ഭംഗിയാർന്ന ക്രിസ്മസ് വില്ലേജ് ആണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. നമുക്ക് അതിന്റെ ഭംഗി നമുക്ക് ആസ്വദിക്കാം, നമുക്ക് കാണാം.